ബിഗ് ബോസ് സീസൺ 6 അങ്ങനെ എപ്പിസോഡ് 33 ഡേ 32. അപ്പോൾ ഇന്ന് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ സിഗരറ്റ് കത്തിച്ചിട്ടുള്ള സൂര്യ നമസ്കാരത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ആരംഭിച്ചത്. അപ്പോൾ അവിടെ നൂറ വന്നിട്ട് വെറുതെ ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജിൻഡോ പറഞ്ഞതുപോലെ ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി അവിടെ വന്നിട്ട് വെറുതെ ഒരു സീന് ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കേട്ടോ. ജിൻഡോ എന്തായാലും ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം പുള്ളിയോട് ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കിയിട്ട് മാറിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും കുറേ മാറ്റങ്ങൾ ജിൻഡോ എന്ന ആളിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. അത് മുന്നോട്ടുള്ള പല കാര്യങ്ങൾ കണ്ടപ്പോഴും എനിക്ക് തോന്നിയ കാര്യമാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പറയാം. അപ്പോൾ സൂര്യ നമസ്കാരത്തോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. സൂര്യ നമസ്കാരത്തിൻ്റെ അടുക്ക വന്നിട്ട് ജിൻഡോ ചേട്ടൻ ഇങ്ങനെ സിഗരറ്റ് മുകളിലോട്ടേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുള്ള പണിയെടുത്തിട്ടില്ല, പണിയെടുക്കാൻ പറഞ്ഞേരം ഇവിടുന്ന് ചായ കുടിക്കണം, സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സിഗരറ്റ് വലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇവിടുന്ന് വെറുതെ ലാഗ് അടുപ്പിച്ചിട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നൂറ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഒരു സീന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അതിൽ പവർ ടീമിനോട് ഇടപെടാൻ പറഞ്ഞ് എനിക്കൊരു പരാതി ഉണ്ട് എന്ന് പറയുന്നു. അവിടുന്ന് ഞാൻ ആദ്യം വിചാരിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യ നമസ്കാരം ചെയ്തതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നാണോ പറയുന്നതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടാ. പക്ഷേ അർജുനെ വിളിച്ചിട്ട് എനിക്ക് പവർ ടീമിനോട് ഒരു പരാതി ഉണ്ട്, പിന്നെ പുള്ളിക്കാരെ അവിടെ വന്നിട്ട് പണിയെടുക്കുന്നില്ല, ഇവിടെ വെറുതെ സൂര്യ നമസ്കാരം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ചായ പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ലാഗാക്കി കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. വെറുതെ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവിടെ അങ്ങനെ ഒരു ചെറിയൊരു സീനായി അതങ്ങ് മാറി. അതിനുശേഷം നമ്മുടെ ഡി ജെ മച്ചാൻ്റെ ഒരു കിടിലം പോലത്തെ ഒരു പെർഫോമൻസ്, ഡി ജെ മച്ചാനും ടീമിൻ്റെയും കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടമായി. കിടുക്കാച്ചി പെർഫോമൻസ്. ഒരു ജൂപ്പിറ്റർ വീടും ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ്റെ വീടും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ കാണിച്ച ആ സംഭവം കിട്ടിയിലാക്കിന് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ ആളുകൾക്കും ഇട്ടിട്ട് നല്ല രീതിയിൽ എന്താ പറയുക വാരിക്കൊണ്ട് തന്നെയായിരുന്നു ആ ടാസ്ക്. പിന്നെ വളരെയധികം ഇഷ്ടമായ ടാസ്ക്കാണ്. എല്ലാവരും നല്ല പ്രകടനമായിരുന്നു അതിൽ. ഈ ശ്രീലേഖ ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ശ്രീതു ആയിക്കഴിഞ്ഞാലും, ശ്രീതുവൊക്കെ ഇത്രയും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസമുള്ള ഇത് വെച്ചിട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട്, ശ്രീതുവിനെ കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രയും നല്ല അടിപൊളിയിൽ പെർഫോമൻസ് ചെയ്ത വേറെ ഒരു ഭാഗം ഉണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് ശരിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ കേട്ടോ. അതുപോലെ തന്നെ അൻസിബ നല്ല അടിപൊളിയിൽ ആ ടാസ്കിൽ പെർഫോമൻസ് ചെയ്തു. ആ ടാസ്ക് ഒരു രണ്ട് വീടിന്, അതായത് ബിഗ് ബോസ് ഹൗസിൻ്റെ വീടും വേറൊരു പിന്നെ സാധാരണക്കാരൻ്റെ വീടും എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു ടാസ്ക് ആയിരുന്നു. അടിപൊളിയാക്കിന് ആ ടാസ്ക്. അതിന് ശേഷം ഈ പവർ ടീമിലേക്ക് അടുത്ത വരുന്ന ഏത് ടീമാണ് എന്നുള്ളതിന് ഇത് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിന്, വടംവലി ടാസ്ക്. ആ വടംവലി ടാസ്കിൽ നമ്മളെ സായി ചെറുതായിട്ടൊന്ന് ഒരു ഉടായ്പ കളി കളിക്കാൻ നോക്കിയെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം സായി വന്ന അന്ന് മുതൽ ഈ ജാസ്മിൻ്റെയും ജിൻഡോ അല്ല, ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും വാല് പിടിച്ചിട്ട് പോകുന്നതായിട്ടുള്ളൊരു ഫീല് എനിക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ വാലും പിടിച്ചിട്ട് ഒരു ചെറിയൊരു കളി സായി കളിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ. കാരണം വടംവലി ടാസ്ക്കാണ് ഇപ്പോൾ ഇനി മൂന്നാമത്തെ ടാസ്ക് ഇപ്പം കൊടുത്തിട്ടുള്ളത് പോയിൻ്റ് അടിസ്ഥാനത്തിൽ. അപ്പോൾ വടംവലി ടാസ്ക്കാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ വടംവലി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ടീം ഈ ലാസ്റ്റ് സ്റ്റേജിൽ വന്ന ടീമിൻ്റെ കൂടെ വേണ്ടെങ്കിലും മറ്റ് രണ്ട് ടീമിൽ ആർക്ക് വേണ്ടെങ്കിലും ഇവർക്ക് അവരെ കൂടെ വേണ്ടെങ്കിൽ കൂടാം, ഇല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ നിലവിലുള്ള പവർ ടീമിൻ്റെ കൂടെ ആണെങ്കിൽ അവരെ ടീമിലും കൂടാം. അപ്പോൾ ഇത് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഇവർ റൂമിൽ പോയിട്ട് സായിയുടെ ടീം, സായി ജിൻഡോ വേറെ ആരുണ്ടായതിൽ വേറെ രണ്ടുപേരുണ്ട്. അവർ സായിയുടെ ടീം, സായി അതിൻ്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയെന്ന് വെച്ചാൽ, അതായത് ഇപ്പം നിലവിലുള്ള പവർ ടീം, അതായത് ജാസ്മിനും ഗബ്രിയും പിന്നെ നമ്മുടെ അപ്സരയും അർജുനുള്ള ആ ടീം തന്നെ തുടർഭരണം പവർ ടീമിലേക്ക് എന്നും വരണം എന്നും പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ കൂടെ നിന്നിട്ട് വടം വലിക്കുക എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ അന്നേരം തന്നെ പറയുന്നുണ്ട്, ഏത് ഇവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല, ഇപ്പം പറയുന്നത് പോലെയൊന്നും ആയിരിക്കില്ല, നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മളോട് ഒരു ഇത് കാണിച്ചിട്ടുള്ള രീതിയിലുള്ള ഒന്നും നിൽക്കില്ല, വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ജിൻഡോയുടെ ആ അഭിപ്രായം കൂടി കേട്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ല ജിൻഡോ ആളാകെ മാറിയിട്ടുണ്ടെന്ന്. കറക്റ്റാണ്. ജിൻഡോ അതിൽ വ്യക്തിവൈരാഗ്യം തീർത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ
ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഇപ്പോൾ നിലവിലുള്ള പവർ ടീമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഏതൊരു പ്രേക്ഷകർക്കും തോന്നുന്ന കറക്റ്റ് കാര്യമാണ് ജിൻഡോ പറഞ്ഞത്. ജിൻഡോ നല്ല അടിപൊളി ഒരു ഗെയിമറാണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. കിടിലൻ ഗെയിമർ. ജിൻഡോ അന്നേരം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവമൊക്കെ മാറുമേ എന്നുള്ള കാര്യം. അപ്പോൾ എനിക്കും മനസ്സുകൊണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് തോന്നുന്നുണ്ട് അതെന്തായാലും അവരെ മനസ്സ് മാറും. കാരണം ഇവരോട് പിന്നെ നിങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഓരോ ആളുകളെ ഓരോ ടീമിൻ്റെ അടുത്തും പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കാമെന്ന് ബിഗ് ബോസ് ഉണ്ട്. അപ്പോൾ ഇവരോട് ചോദിക്കാൻ വേണ്ടി പവർ ടീമിലുള്ള അർജുനും അപ്സരയും മാത്രമേ വരുന്നില്ല, ഇവരോടൊന്നല്ല എല്ലാവരോടും. ഗബ്രിയും ജാസ്മിനും ആരുടെയും ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല. അതന്നെ ഒരു ഉടായ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇനി ഇവരെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ ഇനിയും ഒരു പവർ ടീമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ജാസ്മിൻ പവർ ടീമല്ല, ജാസ്മിൻ ക്യാപ്റ്റനാണ്, പക്ഷേ ജാസ്മിൻ ക്യാപ്റ്റൻ ആണെങ്കിലും ജാസ്മിനും നിലവിൽ പവർ ടീമിലുള്ളത് പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ജാസ്മിനെയും ഗബ്രീനെയും ഒന്നിച്ചിട്ട് പറയാനും കാരണം. ഗബ്രിയോ ജാസ്മിനോ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ പവർ ടീമിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിലുണ്ടെങ്കിൽ അത് രണ്ടുപേരും ആ ടീമിലുള്ളതായിട്ട് തന്നെയാണ് നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കാര്യത്തിൻ്റെ കടുപ്പവശം. അപ്പോൾ ഇവർ വരാത്തതിൻ്റെ കാരണം, ഗബ്രി വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് വന്നിട്ട് ചോദിച്ചിട്ടില്ലല്ലോ എന്ന് ഗബ്രി കൃത്യമായിട്ട് പറയും. ഗബ്രി അങ്ങനെ പറയുന്ന ആളാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ നിങ്ങളുടെ വന്നിട്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് എൻ്റെ തീരുമാനം ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇനിയും പവർ ടീമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ സഹായിച്ച ആളുകൾക്ക് പോലും പുല്ല് വില കൊടുക്കാണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പ്. അതിൽ ജിൻഡോ ചെയ്ത് കിടുക്കാച്ചി ഒരു ഗെയിം ചേഞ്ചിങ് എന്നൊക്കെ വേണ്ടിയൊക്കെ പറയാം. അതായത് സായും ടീമും ഒക്കെ ജിൻഡോ അന്നേരെ പറയുന്നുണ്ട് ഞാൻ ഇവരോട് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. അവസാനം ഇവരുടെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് പിന്നെ ജിൻഡോ അനങ്ങാതിരിക്കുന്ന. അപ്പോൾ ലാസ്റ്റ് പിന്നെ ആരൊക്കെയാണ് ഇപ്പം നിലവിലുള്ള ഈ പവർ ടീമിന് ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്ന ടീമിനോട് പിന്നെ അനുകൂലിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചപ്പോൾ ഇവൻ്റെ ടീം നിൽക്കും. വേറെ നമ്മുടെ DJ മച്ചാൻ്റെ ടീം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ബിഗ് ബോസ് പറയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കുക കേട്ടാന്ന് പറയും. കേട്ടപാട് ജിൻഡോ അപ്പോട് വല്ല നിൽക്കും, ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സായി ശരിക്കും മൂഞ്ചി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സായിൻ്റെ പ്ലാന് അവിടെ ശരിക്കും മൂഞ്ചി. സായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വാല് പിടിച്ച് നടക്കുന്നതാണ് എന്നുള്ള കാര്യം 100% ഈ ഒരൊറ്റൊരു കാര്യത്തിലൂടെ എന്നെ മനസ്സിലായി. ഇതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം, സായി എന്ന് പറയുന്ന പുറത്തുനിന്ന് വല്ലാത്ത രീതിയിൽ സംസാരിച്ച് ഇവൻ അവിടെ പോയിട്ട് വട്ടപൂജയായിട്ട് മാറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പുറത്തുനിന്ന് എന്തൊക്കെയായിരുന്നു. ഇന്ന് നമ്മുടെ പഴയ റോബിൻ ഉണ്ട് പറഞ്ഞിട്ട് ഈ പുറത്തുനിന്ന് കാണിക്കുന്നത് പോലെയല്ല ഉള്ളിൽ പോയിട്ട് കളത്തിലിറങ്ങിയിട്ട് കളിക്കുന്നതെന്ന്. അത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടായി എന്ന് വേണ്ടിയൊക്കെ പറയാം. സായി ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വട്ടപൂജ. ഇവൻ്റെ എന്ത് ഗെയിമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവൻ പുറത്തുനിന്ന് ഭയങ്കര ഇതാക്കിയിട്ട്, അത് മാത്രമല്ല ഒരു പിന്നെ എപ്പിസോഡിലും ഈ ചെങ്ങായിനെ മര്യാദ കാണിക്കുന്ന പോലുമില്ല. എനിക്ക് തോന്നുന്നത് കൂടുതൽ ദിവസം സായിക്ക് അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാനാവുമെന്ന് തോന്നുന്നില്ല, പെട്ടെന്ന് തന്നെ പുറത്താവുന്ന തോന്നുന്നത്. എന്തിനാ പോയേ എന്നുള്ള കാര്യം ഇപ്പം മനസ്സിലാവാത്തത്. വലിയ കൊട്ടിഘോഷിച്ചിട്ട് വലിയ ഭയങ്കര സംഭവമാണെന്നെല്ലാം പറഞ്ഞിട്ട് പോയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ ഇപ്പോൾ സായിനോട് പോയിട്ട് വേഗം ഇറങ്ങി വന്നോ എന്ന് പറയേണ്ട രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സായി. എന്തെല്ലാം കളിയാണ് കളിക്കുന്നതെന്ന് സായിക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലല്ല. അങ്ങനെ ജിൻഡോ അവരെ സപ്പോർട്ട് ചെയ്യുക, അതായത് ഇപ്പം നിലവിലുള്ള പവർ ടീമിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യുകയും വടംവലി നടക്കുകയും വടംവലിയിൽ പപ്പടം പോലെ നമ്മളെ ജിൻഡോൻ്റെ ടീം, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം നിലവിൽ പവർ ടീമിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ടീം പുല്ലുപോലെ ജയിക്കുകയും ചെയ്തു. മൂന്ന് റൗണ്ടാണ് ഉണ്ടാവുക വടംവലിക്ക്. അതിൽ ആദ്യത്തെ 2 റൗണ്ടിൽ തന്നെ ജിൻഡോൻ്റെ ടീം വേലിച്ചിട്ട് ഇങ്ങിട്ട്. അങ്ങനെ അടുത്ത പവർ ടീമായിട്ട് നമ്മുടെ ഇപ്പം വൈൽഡ് കാർഡ് എൻട്രിയിൽ പോയ പൂജേൻ്റെ ടീം അടുത്ത പവർ ടീമായിട്ട് നിലവിലായി എന്ന് പറയാനുള്ളത്. നമ്മുടെ ജാസ്മിൻ ജബ്രി വീണ്ടും സെൻറ്റിമെൻറ്റ്, കരച്ചല് പിടിച്ചല്, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നീ എനിക്ക് പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാടകം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ കാണുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടറിയാം. ഇവർ അന്ന് ജിൻഡോ പറഞ്ഞതുപോലെ ബാത്റൂമിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ടറിയാം. ജാസ്മിൻ നല്ല കരച്ചിലെല്ലാം കരയും, വേണ്ടെങ്കിൽ ഓള് അവിടെ നിലം കുഴിച്ചിട്ടൊക്കെ കരയും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ അവയോ ഉണ്ടാവില്ല ശിവയോ ഉണ്ടാവില്ല. നമ്മളന്ന് അച്ഛൻ വിളിച്ചേരോ എന്തെല്ലാം തലകുത്തി മറയലെന്ന് കഴിഞ്ഞേ. ഞാൻ ഇന്ന് തന്നെ പോന്നാ, ഇനി എനിക്ക് നിൽക്കണ്ട, പിന്നെ മിണ്ടാതിരിക്കൽ, ഇങ്ങനെ സ്റ്റക്കായിട്ട് നടക്കൽ. എന്നിട്ട് എന്തായി? ഇതൊക്കെ ഇവർ ബാത്റൂമിൽ പോയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ പുറത്തുനിന്നുള്ള ആക്കുന്നുണ്ട്. അത് മാത്രമല്ല കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും നീ ഫേക്കായിട്ടാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറിജിനലായിട്ടാണോ ചെയ്യുന്നത്. ഒന്ന്
എന്നിട്ട് ഞാനാണ് പ്രശ്നം, ജാസ്മിൻ പറയും ഞാനാണ് പ്രശ്നം, ഞാനുള്ളത് കൊണ്ടാണ് നീ കളിക്കാത്തതെന്ന്. അപ്പോൾ ഗബ്രി പറയും അതല്ല, ഞാനാണ് പ്രശ്നം, ഞാനുള്ളത് കൊണ്ടാണ് നീ കളിക്കാത്തതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും പുണ്ണാക്ക് നാടകം, വേണ്ടെങ്കിൽ പൊറോട്ട നാടകം എന്നും പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് ഈദ് ആശംസകളായിട്ട് നമ്മുടെ നൂറയുടെ ഫാമിലി, പിന്നെ ജാസ്മിൻ്റെ ഫാമിലി, അൻസിബേൻ്റെ ഫാമിലി, ഇങ്ങനെ 3 ആളുകളുടെ ഫാമിലി വന്നിട്ട് ബിഗ് ബോസിലുള്ള ആളുകൾക്കും ഇവർക്കും ഈദ് ആശംസകൾ കൊടുക്കും. അതിൽ ഫസ്റ്റ് വരുന്നത് ജാസ്മിൻ്റെ വീട്ടുകാരേട്ടാ. ജാസ്മിൻ്റെ വീട്ടുകാർ വന്നിട്ട്, വീട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പയും ഉമ്മയും മാത്രമേ വരുന്നുള്ളൂ. അവർ രണ്ടുപേരും വന്നിട്ട് ഈദ് ആശംസ കൊടുക്കുന്നേരോ നമ്മുടെ ജാസ്മിൻ്റെ മുഖം കാണണം. ഒരു എന്താ പറയുക, ഒരു സന്തോഷമില്ലാത്തതുപോലെ. അതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് ഗബ്രീനോട് ജാസ്മിൻ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുഖം കണ്ടിനോ, പിന്നെ അത് മാത്രമല്ല വേറെ ആരും വന്നിട്ടുമില്ല ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അതായത് അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ പുറത്ത് കാര്യമായ രീതിയിൽ ഇപ്പോൾ ഒരു വിഷയം ആകുന്നുണ്ട് എന്നുള്ളത് ജാസ്മിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഗബ്രീൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു തീരുമാനം ആവാനും സാധ്യതയുണ്ട്. അത് കുറച്ച് നേരത്തെ സംസാരിക്കുമ്പോൾ ഈ ജാസ്മിൻ പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്തിട്ട് പോന്ന എന്നുള്ള കാര്യമല്ലോ. ഇനി ജാസ്മിൻ ക്വിറ്റ് ചെയ്തിട്ട് പോകാനാണോ, അല്ലെങ്കിൽ ഈ സെൻറ്റിമെൻ്റെല്ലാം അടിച്ചിട്ട് ആ പാവം ഗബ്രീനെ കൊണ്ട് ക്വിറ്റ് വയ്പ്പിക്കാനാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ജാസ്മിൻ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അത് ജാസ്മിൻ ഇത്രയും ദിവസം കൊണ്ട് കൃത്യമായിട്ട് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പറയും. ജാസ്മിൻ ഏതാണ്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ നൂറേൻ്റെ ഫാമിലി നൂറ ഇത് ചെയ്തപ്പോൾ നൂറ ഫീലാവുകയും നൂറ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കരയുന്നത് എന്തിനാണെന്നുള്ളത് ലാസ്റ്റ് നൂറ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നൂറ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൂറ ഈ ബിഗ് ബോസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ആരും സപ്പോർട്ട് തന്നിട്ടില്ല, എല്ലാവരും നൂറ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതൊക്കെ പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്ന് കളിച്ചിട്ട് എല്ലാവർക്കും നല്ല ഹാപ്പി ആയതുകൊണ്ടാണ്. എല്ലാ ഫാമിലിയിലെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. 2-3 ക്ലിപ്സുകൾ കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു ക്ലിപ്സിൽ കുറേ ആളുകൾ ഇരുന്നിട്ടും കുറേ ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട് നൂറേൻ്റെ. പിന്നെ അപ്പോൾ അങ്ങനെ അത് നൂറേൻ്റെ കാര്യം. പിന്നെ അതിന് ശേഷം ബിരിയാണി ടാസ്ക് ഉണ്ടായിരുന്നു. ആ ബിരിയാണി ടാസ്കിൽ ഗബ്രിയുടെ ടീമിനെ നമ്മുടെ ജാസ്മിൻ വിജയിയായി പ്രഖ്യാപിക്കുന്നു. അത് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമായിരിക്കും, അതൊക്കെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എങ്ങനെ വന്നു കഴിഞ്ഞാലും ജാസ്മിൻ ഒരു വശത്തും ഗബ്രി ഒരു വശത്തും ആയി കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ പോകുന്നുള്ള കാര്യമെല്ലാം അറിയാം. പിന്നെ അതിൽ അവരത് കഴിഞ്ഞിട്ടൊരു ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ആ ഡാൻസിൽ നമ്മുടെ അപ്സര അടിപൊളി ഡാൻസായിരുന്നു. കിടുക്കാച്ചി ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കാച്ചി ഡാൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ്, നല്ല അടിപൊളിയിൽ കളിച്ചിന്. നമ്മളെ സായി ബ്രോൺ ഡാൻസ് കളിച്ചിന് കേട്ടോ. അടിപൊളി ഡാൻസ് ആയിരുന്നു. എല്ലാവരും കണ്ടോക്കണേ ആ ഡാൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ സായി ബ്രോക്കൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരും ഡാൻസൊന്നും കളിക്കാത്ത ആളുകളായിരിക്കുമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ കളിക്കാത്ത ആളുകൾ കളിച്ച് കഴിഞ്ഞ് സായി അത്രയും കളിച്ചല്ലോ എന്ന് നമുക്ക് വേണ്ടി പറയാം. പക്ഷേ അപ്സര അടിപൊളിയാക്കി. ഇനി നൂറേ നല്ല അടിപൊളിയിൽ ഡാൻസ് കളിച്ചിന്. നല്ല അടിപൊളി ഡാൻസായിരുന്നു നൂറേൻ്റെ ഡാൻസും പാട്ടൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് രാത്രി എൻഡാവുന്ന സമയത്ത് നമ്മുടെ ജാൻമണി പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇവളോട്, അൻസിബനോട്. അതായത് ഇന്നത്തെ ഒരു ദിവസമാണ് ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികയ്യാതെ അല്ലെങ്കിൽ ഒരു ഷൗട്ട് ചെയ്തിട്ടുള്ള ഒരു വാക്കുപോലും പറയാത്തൊരു ദിവസം. ബിഗ് ബോസ് സ്റ്റാർട്ടിങ് തുടങ്ങിയത് മുതൽ ഇന്നത്തെ ഒരു ദിവസം വരെയുള്ളതിൽ ഇന്നൊരു ദിവസമാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവാതെ എല്ലാവരും ഹാപ്പിയിൽ നല്ല മൂഡിൽ നിന്ന് ഒരു ദിവസം ഇന്നായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്കും അത് ഒരു കാര്യമായിട്ട് തോന്നിയിട്ട്. കറക്റ്റാണ് ജാൻമണി പറഞ്ഞത്. തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ദിവസത്തിൽ ആരും തമ്മിൽ അടിയാവാത്ത അല്ലെങ്കിൽ ആരും തമ്മിൽ വലിയ രീതിയിൽ ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കാത്ത ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസമാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 32 ഡേയ്സ് ആയപ്പോൾ ഉള്ള എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.